நமது ஜெபம் டிவியில் ഉയരുള്ള ക്രിസ്തുവൈ വെളിപ്പെടുത്തുതൽ. നിങ്ങളെ ദൈവം വഴി നടത്തിയാൽ അതൊരു സാധാരണമായിട്ടുള്ള യാത്രയായിരിക്കത്തില്ല, அதிசயகரமாയിട്ടുള്ളதாയിരിക്കും, அற்புதகரமாയിട്ടുള്ള യാത്രയായിരിക്കും അത്. கர்த்தர் உங்களை வழி நடத்தினால் உங்களோட வாழ்க்கை சாதாரணமான ஒரு வாழ்க்கையாய் இருப்பதில்லை, ஒரு இயற்கைக்கு மேலான ஒரு நடத்துதல் தான் உங்களோட வாழ்க்கையிலே கர்த்தர் செய்வார். Christ Generation Ministries presents Revealing the Living Christ every Saturday at 8 p.m. Don't miss it on Jebam TV. We declare glorious New Year wishes to all in behalf of Christ Generation Ministries. கிரைஸ்ட் ஜெனரேஷன் மினிஸ்ட்ரியின் சார்பாக உங்கள் அனைவருக்கும் மகிமையான புத்தாண்டு வாழ்த்துக்களை தெரிவித்துக் கொள்கிறோம். 2025 we enter into the glorious realm. இந்த 2025 ஆண்டு நம் மகிமையான ஒரு ஆவிக்குரிய மண்டலத்துக்குள்ளே பிரவேசித்திருக்கிறோம். Now we declare our prophetical and promise word for 2025. இப்பொழுது நாம் 2025 ஆண்டுக்கான தீர்க்க தரிசன வாக்குத்தத்த வார்த்தையே நாங்கள் உங்களிடத்தில் அறிக்கை பண்ண போகிறோம். 2025 the realm of Hallelujah. Hallelujah. പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് ധാരാളമായി കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പിതാവാകിയ ദൈവനിന്നും കർത്തരാകിയ യേശുക്രിസ്തുവിൽ നിന്നും ഉങ്ങൾ അനേവർക്കും ഏരാളமாக കൃപയും സമാധാനവും ഉണ്ടാവதாக. ക്രിസ്തു യേശുവിൻ്റെ ജീവനെ പ്രാപിപ്പാനാണ് പിതാവാം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. கிறிஸ்து യേശുവിனுடைய ജീവனை பெற்றுக்கொள்ளும்படியாக தான் பிதாவாகிய தேவன் நம்மை அழைத்திருக்கிறார். എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തുവാൻ കഴിയുന്നുവോ, எவ்வளவுக்கு அதிகமாக நம்முடைய வாழ்க்கையில் கிறிஸ்துவை நமக்கு வெளிப்படுத்த முடிகிறதோ അത്രത്തോളം പിതാവ് ആഗ്രഹിക്കുന്ന ആത്മീക നിലവാരത്തിലേക്ക് നമുക്ക് കയറി വരുവാനായിട്ട് സാധിക്കും. அவ்வளவுக்கு அதிகமாக பிதா வாஞ்சிக்கிற ஆவிக்குரிய நிலவாரத்தில் நம்மளால ஏறி வர முடியும். കാരണം പിതാവിൻ്റെ സകല സമ്പൂർണതയും നിറഞ്ഞു നിൽക്കുന്നത് ക്രിസ്തുവിലാണ്. ஏனென்றால் பிதாவினுடைய சகல பரிபூரணமும் நிரம்பி நிற்பது கர்த்தராகிய இயேசு கிறிஸ்துவில். സ്വർഗീയമായ സകല അനുഗ്രഹങ്ങളും നിറഞ്ഞു നിൽക്കുന്നത് ക്രിസ്തുവിലാണ്. പരലോകത്തുക്കുറിയ സകല ആശീർവാദങ്ങളും നിരമ്പി നിற்பത് ക്രിസ്തുവുക്കുള്ളാക. പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും സകല വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത് ക്രിസ്തുവിലാണ്. പഴയ ഉടൻപടിക്കയിനുടെയും പുതിയ ഉടൻപടിക്കയിനുടെയും സകല വാഗ്ദത്തങ്ങളും നിവർത്തി ചെയ്യപ്പെടുന്നത് യേശു ക്രിസ്തുവുക്കുള്ളാക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ക്രിസ്തുവിൽ നമ്മൾ നിറയുമ്പോഴാണ്, ആ ക്രിസ്തുവിനെ നമ്മൾ വെളിപ്പെടുത്തുമ്പോഴാണ് ഈ വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുന്നത്. அந்த கிறிஸ்துவுக்குள் நாம் நிரம்பும் போதுதான், அந்த கிறிஸ்துவுக்குள் இருக்கும் பொழுதுதான் இந்த வாக்குத்தத்தங்களுடைய நிறைவேறுதல் നമ്മുടെ வாழ்க்கையில் நடக்கிறது. ഇന്ന് ക്രിസ്തുവിലുള്ള ഒരു പുതിയ റിലത്തെ നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. இன்றைக்கு கிறிஸ்துவுக்குள்ளான ஒரு புது மண்டலத்தை உங்களுக்காக நாங்கள் திறக்க வாஞ்சிக்கிறோம். ഈ മാസം തുടങ്ങിയപ്പോൾ പിതാവാം ദൈവം നമ്മളോട് സംസാരിച്ച ഒരു പ്രൊഫറ്റിക്കൽ വേർഡാണ് ഗിൽഗാൽ എന്ന പദം. இந்த மாதம் ஆரம்பிக்கும் போது பிதாவாகிய தேவன் நம்மளோடு கூட பேசின ஒரு வார்த்தை தான் கில்கால் என்பது. ഗിൽഗാൽ എന്ന പദത്തിന്റെ അർത്ഥം ഉരുൾ എന്നാണ്. ഗിൽഗാൽ എന്നതാണ് இந்த വാർത്തയിനുடைய അർത്ഥം ഇതുവേ, ഉരുൾ. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിനകത്ത് ആ വാക്യം ഇങ്ങനെ പറഞ്ഞ യഹോവ യോശുവയോട് പറയുക, ഇന്ന് ഞാൻ മിസ്രൈമിന്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുൾ ചെയ്തു. யோசுவாவினுடைய புத்தகம் 5வது அதிகாரம் அதனுடைய 9வது வசனத்திலே கர்த்தர் யோசுவாவை நோக்கி விதமாக சொல்கிறார், இன்று எகிப்தினுடைய நிந்தை உங்கள் மேல் இராதபடிக்கு புரட்டி போட்டேன் என்றார். ഹല്ലേലൂയ. ഹല്ലേലൂയ. യഹോവയാം ദൈവം ഇത് പറയുന്നത് യോശുവയോടാ പറയുന്നത്. கர்த்தராகிய தேவன் இந்த வார்த்தை சொல்வது யோசுவாவினிடத்துல தான் அவர் சொல்கிறார். യോശുവയോട് പറയുക, ഇന്ന് മിസ്രൈമിന്റെ നിന്ന നിങ്ങളുടെ ഇടയിൽ നിന്ന് ഉരുട്ടി മാറ്റി കളഞ്ഞിരിക്കുന്നു. யோசுவாவை பார்த்து கர்த்தர் சொல்கிறார், இன்று எகிப்தியருடைய நிந்தை உங்கள் மேல் நின்று புரட்டி போட்டேன். ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവർ മിസ്രൈമിൽ നിന്ന് ഇവരെ പുറത്തു കൊണ്ടുവന്നത് മോശയാണ്. இவர்களை எகிப்தில் நின்று வெளியே கொண்டு வந்தது மோசே.
മോശെ ഇവരെ 40 വർഷം മരുഭൂമിയിലൂടെ നടത്തി. மோசே இவர்களை 40 ആണ്ടുകൾ വനാന്തരം വഴിയാക നടത്തിനാർ. ഒരു സാധാരണമായ യാത്രയല്ലായിരുന്നു. അതിശയകരമായിട്ടുള്ള, ഭയങ്കരമായിട്ടുള്ള, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് ഇവർ മരുഭൂമിയിലൂടെ നടന്നത്. ഒരു സാധാരണமான പ്രയാണമല്ല, அதிசய விதமாக, அற்புத விதமாக, சூப்பர் நேச்சுரலான ஒரு நடத்துதல் தான் இவர்கள் வனாந்தரம் வழியாக நடத்தப்பட்ட போது അനുഭവിച്ചത്. ഇതിനകത്തുനിന്ന് ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുകയാണ്. നിങ്ങളെ ദൈവം വഴി നടത്തിയാൽ അതൊരു സാധാരണമായിട്ടുള്ള യാത്രയായിരിക്കത്തില്ല, அதிசயகரமாയിട്ടുള്ളதாയിരിക്കും, அற்புதகரமாയിട്ടുള്ള യാത്രയായിരിക്കും അത്. ஆமென். அன்பான தேவனுடைய பிள்ளைகளே, இன்றைக்கு இந்த வார்த்தையில் நின்று ஒரு தீர்க்கதரிசன வார்த்தை உங்களோடு கூட நாங்கள் பகிர்ந்து கொள்கிறோம். கர்த்தர் உங்களை வழி நடத்தினால் உங்களோட வாழ்க்கை சாதாரணமான ஒரு வாழ்க்கையாய் இருப்பதில்லை, ஒரு இயற்கைக்கு மேலான ஒரு நடத்துதல் தான் உங்களோட வாழ்க்கையிலே கர்த்தர் செய்வார். അത് മരുഭൂമിയിലൂടെയുള്ള യാത്രയാണെങ്കിൽ പോലും അത്ഭുതകരമായിട്ടുള്ള യാത്രയായിരിക്കും അത്. அது வனாந்தரம் வழியான பிரயாணமாக இருந்தாலும் அது അത്ഭുത വിധமான ഒരു പ്രയാണமாக இருக்கும். മരുഭൂമിയിലും ദൈവം അവരെ സമൃദ്ധിയായിട്ടാണ് നടത്തിയത്. വനാന്തരത്തിലും കർത്തർ അവരെ ആശീർവാദமாக നടത്തുகிறார். ഹല്ലേലൂയ. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് കരം പിടിച്ച് ഇനി നടത്താൻ പോകുകയാണ്. ഇவ்விதமாக உங்களுடைய வாழ்க்கைகளை கர்த்தர் இனி கரம் பிடித்து நடத்த போகிறார். അതിശയകരമായിട്ടും ഭയങ്കരമായിട്ടും പിതാവാം ദൈവം നിങ്ങളെ കരം പിടിച്ച് നടത്താൻ പോകുകയാണ്. அதிசய விதமாக பிரமிக்கத்தக்கதான விதத்தில் கர்த்தர் உங்களை கரம் பிடித்து நடத்த போகிறார். ഇത് ഞങ്ങൾ പറയുമ്പോൾ തന്നെ ചിലർ ജീവിതത്തിൽ നിന്ന് അടിമത്തത്തിന്റെ ബന്ധനങ്ങൾ മാറി അതിശയകരമായ ഒരു ജീവിതത്തിലേക്ക് കർത്താവ് നിങ്ങളെ പ്രവേശിപ്പിക്കാൻ പോകുകയാണ്. நாங்கள் இதை சொல்லும் போது சில நபர்களுடைய வாழ்க்கையில் அடிமைத்தனத்தினுடைய கட்டுகள் மாறி அதிசய விதமாக கர்த்தர் உங்களை நடத்த வைக்க போகிறார். ഇന്ന് വിശ്വസിക്കുന്നവരുടെ മേൽ അങ്ങനെ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. இன்றைக்கு விசுவசிக்கிற உங்கள் மேல் அப்படி சில அற்புதங்கள் நடக்கிறது. ഞങ്ങൾ ഇത് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ചില പിശാചിന്റെ അടിമത്തങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പൊട്ടിമാറുകയാണ്. நாங்கள் இதை அறிக்கை பண்ணும் பொழுதே சில பிசாசினுடைய அடிமைத்தனங்கள் உங்களுடைய வாழ்க்கைகளை விட்டு உடைந்து விலகுகிறது. പിശാചിനാൽ വന്ന ചില അടിമത്തങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുകയാണ്. பிசாசினால் வந்த சில அடிமைத்தனங்கள் உங்களுடைய வாழ்க்கையில் நீங்கி போகிறது. ചില അഡിക്ഷൻ സ്പിരിറ്റുകൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുകയാണ്. ചില അടിമത്തനത്തിനുடைய ആവികൾ ഉങ്ങളെ വിട്ട് വിലകുகிறது. ചില മയക്കുമരുന്നിന്റെ, കഞ്ചാവിന്റെ, മദ്യത്തിന്റെ ഇങ്ങനെയുള്ള ചില അടിമത്തത്തിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ പരിപൂർണമായി സ്വതന്ത്രമാകാൻ പോകുകയാണ്. ചില ബോധൈ പൊരുட்கள், ചില കഞ്ചാ, ചില മധുപാനത്തിനുടെ ആവികളിൽ നിന്ന് இந்த നാളിൽ കർത്തർ ആവിയാനവർ ഉങ്ങളെ വിടുതലയാക്കുകയാണ്. ഇത് പറയുമ്പോൾ തന്നെ ചിലരുടെ ലൈഫിൽ അങ്ങനെ ചില സ്വാതന്ത്ര്യത്തെ സ്വർഗം അയക്കുകയാണ്. ഇത് சொல்லும் போதே அப்படி ചില வாழ்க்கைகளில் ചില വിടുതലകളെ കർത്തർ ആവിയാനവർ അനുഭവിക്കുകയാണ്. രോഗത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ ചില സ്വാതന്ത്ര്യം പ്രാപിക്കുക. ചില നോയ്കളുടെ അടിമത്തനത്തിൽ നിന്ന് ഇപ്പോഴേ ചില നബറുകൾ വിടുവിക്കപ്പെടുകയാണ്. ചില പാപത്തിന്റെ ബന്ധനത്തിനകത്ത് നിന്ന് ചിലർ സ്വാതന്ത്ര്യം പ്രാപിക്കുക. ചില പാപത്തിനുடைய കട്ടുകളിൽ നിന്ന് ചില നബറുകൾ വിടുവിക്കപ്പെടുകയാണ്. വ്യഭിചാരത്തിന്റെ ബന്ധനങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറുകയാണ്. വിഭചാരത്തിനുடைய കട്ടുകൾ ഉങ്ങളുടെ കുടുംബ വാഴ്ക്കകളിൽ നിന്ന് വിട്ട് വിലകുகிறது. അശുദ്ധിയുടെ ബന്ധനങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറുകയാണ്. അശുദ്ധത്തിനുடைய കട്ടുകൾ ഉങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിട്ട് വിലകുகிறது. ഈ സമയം തന്നെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. നിങ്ങളുടെ കുടുംബം നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ഒരു സമയമാ. നിങ്ങളുടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പിതാവ് നിങ്ങളെ ആ ബന്ധനത്തിനകത്തുനിന്ന്, അടിമത്തത്തിൽ നിന്ന് പരിപൂർണമായി സ്വതന്ത്രമാക്കുകയാണ്. இந்த நேரமே உங்களுடைய வாழ்க்கைகளை கர்த்தருடைய கருத்தில் ஒப்பு கொடுத்து கொள்ளுங்க. இந்த நேரத்தில் பிதா உங்களை சில சிறையிருப்பில் நின்று முற்றிலும் விடுவிக்கிற நேரம். இந்த வார்த்தை நீங்க கேட்கும் போதே சில கட்டுண்ட அனுபவங்கள் விலகி நீங்கள் വിടുതലയാക്കപ്പെടുகிறீர்கள். പിതാവ് സ്വാതന്ത്ര്യം വരുത്തിയാൽ, പിതാവ് നിങ്ങളെ സ്വതന്ത്രമായി നടത്താൻ തുടങ്ങിയാൽ അതൊരു സാധാരണമായ ജീവിതമായിരിക്കത്തില്ല. അത് അതിശയകരമായ ഒരു ജീവിതമായിരിക്കും, അത്ഭുതകരമായ ഒരു ജീവിതമായിരിക്കും. பிதாவானவர் உங்களுக்கு மெய்யாகவே ஒரு விடுதலை தந்தால் உங்களுடைய வாழ்க்கை ஒருபோதும் கட்டுண்டதான ஒரு வாழ்க்கையாய் இருப்பதில்லை. நிச்சயமாகவே அது அற்புதமான அதிசயமான ஒரு வாழ்க்கையாய் இருக்கும். മിസ്രൈം ജനങ്ങളെ ദൈവം മോശയിലൂടെ മരുഭൂമിയിലൂടെയാണ് നടത്തിയത്. இஸ்ரவேல் ஜனங்களை கர்த்தர் மோசே வழியாக വനാന്തരത്തിനുடைய അനുഭവം വഴിயாக தான் നടത്തിனார். അവിടെ ഒന്നിന്റെ സോഴ്സ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. அங்கே எதனுடையும் ஒரு சோர்ஸ் நம்ம பார்க்க முடியவில்லை. ഭക്ഷണത്തിനുള്ള ഒരു സോഴ്സും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കത്തില്ല. ஒரு உணவுக்கான எந்த சோர்ஸும் அந்த இடத்துல இல்ல. വെള്ളത്തിനുള്ള ഒരു സോഴ്സ് അവിടെ ഇല്ല. തണ്ണീരുക്കാன ഒരു സോഴ്സ് அந்த இடத்துல இல்ல. ഒന്നും അനുകൂലമായ സാഹചര്യങ്ങൾ അല്ലാഞ്ഞിട്ട് പോലും
ദൈവം അവരെ അത്ഭുതകരമായി നടത്തുവാൻ തുടങ്ങി. ஆமென். எந்த சூழ்நிலையும் இவர்களுக்கு சாதகமாக இராமல் இருக்கிற சூழ்நிலையிலும் கூட கர்த்தரானவர் இவர்களை அதிசய விதமாக நடத்துகிறார். ഇതുപോലൊരു ലൈഫ് സ്റ്റൈൽ പിതാവാം ദൈവം ഇപ്പോൾ നിങ്ങൾക്ക് തരിക ദൈവമക്കളെ. இதுபோலுள்ள வாழ்க்கை நிலவாரம் பிதாவானவர் இன்னைக்கு உங்களுக்கு தருகிறார் அன்பானவர்களே. സകല സാഹചര്യങ്ങളും പ്രതികൂലമായിരിക്കും. സകല സൂழ்நிலைகளும் എതിർമാറാக இருக்கலாம். നിങ്ങളുടെ മുമ്പിൽ സാമ്പത്തികമായ മേഖല തുറക്കപ്പെടുവാൻ ഒരു സാധ്യതയും ഇല്ലായിരിക്കും, ഒരു വഴിയും ഇല്ലായിരിക്കും. എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്ന സമയമായിരിക്കും. உங்களுடைய வாழ்க்கையிலே பொருளாதாரத்தில் எந்த வழியும் திறந்திருக்க எந்த வாய்ப்புமே இல்லாத விதத்திலே ஆமென் வாழ்க்கையினுடைய சூழ்நிலைகள் எல்லாம் அடைக்கப்பட்டதாக இருக்கலாம். ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നു പിതാവാം ദൈവത്തിന്റെ ഫേവറിൽ അത്ഭുതകരമായി നിങ്ങളെ നടത്താൻ പോകുക? ஆனால் இன்றைக்கு எத்தனை பேர் விசுவசிக்கிறீங்க பிதாவாகிய தேவனுடைய ஃபேவர்ல ஆமென் அவர் உங்களை அற்புதமாக நடத்துகிறார். ഞങ്ങൾ പ്രൊഫറ്റിക്കലി ഡിക്ലെയർ ചെയ്യുന്നു, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സാമ്പത്തിക ബ്ലെസ്സിംഗ് ഈ മാസം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുക. நாங்கள் தீர்க்கதரிசனமாக உரைக்கிறோம், இதுவரை கண்டிடாததான ஒரு பலத்த கிரியை உங்களுடைய பொருளாதார எல்லைகளில் கர்த்தர் உங்களுக்காக கட்டளையிடுகிறார். ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൈവികമായ ഫേവർ ഈ മാസം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുക. இதுவரை நீங்கள் அனுபவிக்காததான தெய்வீகமான ஒரு ஃபேவர் இந்த மாதத்தில் நீங்கள் அனுபவிக்க போகிறீங்க. ദൈവം നിങ്ങളെ പുലർത്തുന്നത്, ദൈവം നിങ്ങളെ വഴി നടത്തുന്നത് ഈ മാസത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുക. கர்த்தர் உங்களை விசாரிப்பது, கர்த்தர் உங்களை வழி நடத்துவது இந்த மாதத்தில் நீங்கள் அனுபவித்து அறிய போகிறீங்க. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണാൻ പോകുക. ദൈവമക്കളെ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഞങ്ങൾ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുന്നു, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള വഴികൾ, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഫേവർ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടാൻ പോകുക. எத்தனை பேர் இதை விசுவசிக்கிறீங்க? விசுவசிக்கிறவர்களுக்கு முன்பதாக இன்றைக்கு இயற்கைக்கு மேலான அற்புதங்கள் திறக்கப்படுகிறது. இன்றைக்கு அவன் அது விசுவசிக்கிறவர்கள் எத்தனை பேர் இருக்கிறீங்க? அவர்கள் மேல் தான் இது திறக்கப்படுகிறது. അപ്പോൾ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനങ്ങളെ മോശയിലൂടെ വിടുവിച്ചു. മോശ അവരെ മരുഭൂമിയിലൂടെ വഴി നടത്തി. அப்போ எகிப்தினுடைய அடிமைத்தனத்தில் இருந்து இஸ்ரவேல் ஜனங்களை மோசே விடுதலையாக்கி அவர்கள் மோசே கூட எகிப்தை விட்டு வனாந்தர அனுபவம் வழியாக நடந்து வருகிறார்கள். 40 വർഷം മോശ അവരെ മരുഭൂമിയിലൂടെ വഴി നടത്തി. 40 ஆண்டுகள் மோசே அவர்களை வனாந்தர வழியாக வழி நடத்துகிறார். അവരുടെ ലീഡർ അവർ ഫോക്കസ് ചെയ്തിരുന്നതെല്ലാം മോശയിലേക്കാണ്. அவர்களுடைய தலைவர் அவர்கள் உற்று கவனித்திருந்தது எல்லாமே இந்த மோசே என்ற தான நபரை. മോശയുടെ നിർദ്ദേശപ്രകാരമാണ് അവർ നടന്നിരുന്നത്. மோசேயினுடைய கட்டுப்பாடுக்குள்ளதான் இஸ்ரவேல் ஜனங்கள் நடத்தப்பட்டார்கள். മോശയാണ് അവരുടെ ലീഡർ, മോശയാണ് അവരെ വഴി നടത്തിയത്. அப்போ மோசேதான் இவர்களுடைய தலைவர், மோசேதான் இவர்களை வழி நடத்தினது. എന്നാൽ യോശുവയുടെ പുസ്തകം തുടങ്ങുന്നത് എങ്ങനെയാ? ஆனால் யோசுவாவினுடைய புத்தகம் ஆரம்பிப்பது விதமாக യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം. கர்த்தருடைய தாசனாகிய மோசே மரித்ததுக்கு பின்பு. അപ്പൊ നോക്കി, ഇസ്രായേൽ ജനങ്ങളുടെ ലീഡറായിരുന്ന, അവരുടെ ഏക ആശ്രയമായിരുന്ന, അവരെ നടത്തിയ അവരുടെ ഏക ലീഡറായിരുന്ന മോശയുടെ മരണശേഷം എന്ന് പറഞ്ഞാണ് யோசுவாட புஸ்தகம் ஆரம்பிக்கிறது. அப்ப கவனிங்க, இஸ்ரவேல் ஜனங்களுடைய ஒரே ஒரு தலைவராயிருந்த, இஸ்ரவேல் ஜனங்களுடைய வழி நடத்துனராயிருந்த அந்த மோசேயினுடைய மரணத்துக்கு பின்பதாக என்று சொல்லிதான் இந்த புத்தகம் ஆரம்பிப்பது. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ ആശ്രയിക്കുന്ന ഒരു വ്യക്തി മാറ്റപ്പെട്ടു പോയാൽ, മരിച്ചു പോയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? நம்மை வழி நடத்தக்கூடியதான, நாம் நம்பிக்கை வைத்திருக்கிறதான ஒரு நபர் இந்த உலகத்தை விட்டு மாற்றப்பட்டு விட்டால் நம்முடைய சூழ்நிலை என்னவாக இருக்கா? നമ്മുടെ ഏക ആശ്രയമായിരിക്കുന്ന ഒരു വ്യക്തിയെ മാറ്റപ്പെടുന്നതെങ്കിലോ? நம்முடைய ஒரே ஒரு நம்பிக்கையா இருக்கிற நபர் தான் இந்த உலகத்தை விட்டு மாற்றப்படுவதென்றால். ഹല്ലേലൂയ. എന്നാൽ ഇസ്രായേൽ ജനങ്ങളെ അങ്ങനെ ദൈവം കൈവിട്ട് കളഞ്ഞില്ല. അടുത്ത വാക്യത്തിനകത്ത് പറയുന്നു, അതിനോട് ചേർന്ന് പറയുന്നു, യഹോവ നൂന്റെ മകനായ മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുൾ ചെയ്തത്. ஆனால் கர்த்தர் மோசேயின் ஊழியக்காரனாகிய நூனின் குமாரன் யோசுவாவை நோக்கி அவன் அருளி செய்தது. ലീഡറായിരുന്ന മോശ മാറ്റപ്പെട്ടപ്പോൾ ദൈവം അടുത്ത ശുശ്രൂഷകനായി യോശുവയെ തിരഞ്ഞെടുക്കുക. பாருங்க அன்பானவர்களே, தலைவராயிருந்த மோசே எடுக்கப்பட்டதுக்கு பின்பதாக அடுத்த ஒரு நபராகிய யோசுவாவை கர்த்தர் எழும்ப வைக்கிறார். ദൈവം ചിലരെ തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള പ്രത്യേക റീസണുകൾ ചിലപ്പോൾ കാണും. தேவன் சில நபர்களை தெரிந்து கொள்வதற்கு தக்கதான சில காரணங்கள் இருக்கும். 6 ലക്ഷം പുരുഷന്മാരുടെ ഇടയിൽ നിന്നാണ് ദൈവം
യോശുവയെ തെരഞ്ഞെടുക്കുന്നത്. 6,00,000க்கும் மேற்பட்ட புருஷர்கள் மத்தியில் இருந்துதான் கர்த்தர் யோசுவாவை தெரிந்து கொள்கிறது. ദൈവത്തിന്റെ ഫേവർ അല്ലെങ്കിൽ ദൈവത്തിന്റെ സെലക്ഷൻ ചിലരുടെ മേൽ വരണമെങ്കിൽ അവർക്ക് ചില പ്രത്യേകതകൾ ചിലപ്പോൾ കാണും. கர்த்தருடைய தெரிந்து கொள்ளுதல் தேர்தல் சில நபர்கள் மேல் வர வேண்டும் என்று சொன்னால் அவர்களுடைய வாழ்க்கையில பிரத்யேகமான சில காரியங்கள் இருக்கலாம். യോശുവയുടെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പുറപ്പാട് പുസ്തകത്തിനകത്ത് നോക്കിയാൽ யோசுவாவினுடைய ஒரு விசேஷ குணம் என்னவென்று சொல்லி நாம் யாத்ராகம புத்தகத்தில் பார்க்கும்போது പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു മോശ സമാഗമന കൂടാരത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാര വാതിക്കൽ നിൽക്കുമെന്ന് നമ്മുടെ വചനം പറയുന്നു. யாத்ராகம புத்தகம் வாசிக்கும் போது மோசே கூடாரத்துக்குள் பிரவேசிக்கையில் மேகஸ்தம்பம் இறங்கி கூடார வாசலில் நின்றது அப்படின்னு சொல்லி பார்க்கிறோம். അപ്പൊ നോക്കിയേ, മോശ സമാഗമന കൂടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ മേഘസ്തംഭം ഇറങ്ങി നിൽക്കുക. கவனிங்க, மோசே இந்த கூடாரத்துக்குள்ள பிரவேசிக்கும் போது அந்த இடத்தில் மேகஸ்தம்பம் இறங்கி நிற்கிறது. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിൽ എത്ര പേർ വിശ്വസിക്കുന്നു മഹത്വത്തിന്റെ മേഘം ഇറങ്ങുന്നത് നിങ്ങൾ കാണാൻ പോകുകയാണെന്ന്? ஆமென். இவ்விதமாகவே உங்களுடைய ஜெப அறைக்குள்ள உங்களுடைய தனிப்பட்ட ஜெபங்களுக்குள்ளாகவே நீங்கள் ஜெபிக்கும் போது மகிமையின் மேகம் இறங்கி நிற்கும் என்று சொல்லி எத்தனை பேர் இன்னைக்கு விசுவாசிக்கிறீங்க? 33-10 വാക്യം പറയുന്നു, അത് സകല ജനം എല്ലാം കൂടാരവാതിക്കൽ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ടു എന്ന് പറയുന്നു. ആമേൻ. യാത്രാഗമ പുസ്തകം 33வது அதிகாரம் அதனுடைய 10வது வசனத்தில் நாம் பார்க்கும்போது ஜனங்கள் எல்லாரும் மேகஸ்தம்பம் கூடார வாசலில் நிற்க கண்டார்கள் என்று சொல்லி வசனம் சொல்கிறது. ഹല്ലേലൂയ. ഞങ്ങൾ ഇതിനെ ഡിക്ലെയർ ചെയ്യാൻ നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിലും മഹത്വത്തിന്റെ മേഘം ഇറങ്ങുന്നത് കാണാൻ പോകുകയാ. நாங்கள் இதை உங்களுக்காக அறிக்கை பண்ணுகிறோம். உங்களுடைய ஜெப அறைக்குள்ளும் இது போல மேக ஸ்தம்பம் இறங்குவதை மற்றவர்கள் காண போகிறார்கள். 9th വേർഡിനകത്ത് പറയുന്നു മേഘസ്തംഭം ഇറങ്ങി നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു എന്ന്. 9வது வசனத்தில் விதமாக சொல்கிறது, மேகஸ்தம்பம் இறங்கி நிற்கையில் கர்த்தர் மோசையோடே பேசினார் என்று சொல்லி. നമ്മുടെ പ്രാർത്ഥന പോലെ ചില വിഷയങ്ങൾ ചില പരാതികൾ ദൈവത്തോട് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുകയല്ല, ഇവിടെ നേരെ തിരിച്ച് യഹോവ മോശയോട് സംസാരിക്കുക. நம்முடைய ஜெபம் போல சில ஜெப விண்ணப்பங்கள் கர்த்தரிடத்திலே சொல்லி சில குறைவுகள் அவரிடத்திலே சொல்லி இறங்கி வருவதல்ல, இந்த இடத்தில் கர்த்தர் மோசையோடு கூட சிலதை பேசுகிறதை பார்க்கிறோம். നമ്മുടെ പ്രാർത്ഥന നോക്കിയാൽ നമ്മൾ ചില പരാതികൾ പറയുന്നു, ചില ലിസ്റ്റുകൾ നിരത്തുന്നു, ചില ആവശ്യങ്ങൾ പറയുന്നു. ദൈവം എന്താ പറയുന്നതെന്ന് പോലും നമ്മൾ കേൾക്കാൻ തയ്യാറല്ല. നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ബിസിയിലേക്ക്, നമ്മുടെ വർക്കിലേക്ക്, നമ്മുടെ ബിസിനസ്സിലേക്ക് തിരിയുകയാണ്. அன்பானவர்களே, நம்முடைய ஜெபம் எவ்விதமாக என்று கேட்டால் நாம் நமக்கு சொல்ல வேண்டிய விண்ணப்பங்களை எல்லாம் சொல்லி முடிக்கிறோம். அதற்கு பின்பதாக நம்முடைய ஜெப அறை விட்டு நம்ம வெளியே வருகிறோம். கர்த்தர் நம்மிடத்திலே என்ன பகிர வாஞ்சிக்கிறார், சொல்ல வாஞ்சிக்கிறார் என்பதை நாம் கவனிக்க நிற்கவில்லை. அதுக்கு பின்பதாக பிஸியான வாழ்க்கைக்குள்ளாக நாம் மூழ்கி விடுகிறோம். ഇവിടെ സമാഗമന കൂടാരത്തിനകത്തോ കയറിയ മോശയുടെ ലൈഫിലേക്ക് നിങ്ങൾ നോക്കി, അവിടെ യഹോവ മോശയോട് സംസാരിച്ചു എന്ന് വചനം പറയുന്നു. இந்த இடத்தில் ஆசரிப்பு கூடாரத்துக்குள்ளாக பிரவேசித்து இந்த மோசேனுடைய வாழ்க்கை ஒன்று பாருங்க. அந்த இடத்துல வசனம் சொல்கிறது, அமேன், கர்த்தர் மோசையோடு கூட பேசினார். ഇന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു, കർത്താവ് ഇങ്ങനെ എനിക്കൊരു പ്രാർത്ഥനാ ജീവിതം വേണം, യഹോവ എന്നോട് സംസാരിക്കുന്ന, പിതാവാം ദൈവം എന്നോട് സംസാരിക്കുന്ന, പരിശുദ്ധാത്മാവ് എന്നോട് അരുൾ ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം എനിക്ക് വേണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? இன்றைக்கு இது போலவே கர்த்தாவே நீங்க மூசையோடு பேசினது போலவே என்னிடத்திலும் பேசுகிறதான ஒரு வாழ்க்கை, நான் உம்முடைய சத்தத்தை கேட்கிறதான ஒரு வாழ்க்கை நிலவாரம் என்னுடைய வாழ்க்கையில் வேண்டும் என்று சொல்லி എത്ര പേർ വാഞ്ചിക്കുന്നു? ഞങ്ങൾ പറയുമ്പോൾ തന്നെ ആഗ്രഹിക്കുന്നവരൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. അപ്പാ, എൻ്റെ പ്രാർത്ഥനാ റൂമിൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കണം. ഞാൻ അങ്ങോട്ട് പറയുകയല്ല, അങ്ങയുടെ ശബ്ദം ഞാൻ കേൾക്കുന്ന ഒരാത്മതലം എനിക്ക് തുറക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. இந்த வார்த்தை கேட்கும் போது எல்லோரும் பரிசுத்த ஆவியில் ஒன்று ஜெபிக்க ஆரம்பிங்க. அப்பா, நான் ஜெபிக்கும் போது அப்பா, நான் சொல்வதல்ல, நீர் என்னிடத்தில் சொல்கிற சில காரியங்களை நான் கேட்கும்படியாக என்னுடைய ஆவிக்குரிய காதுகள் திறக்கப்பட வேண்டுமே என்று சொல்லி. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ അവിടെ സംസാരിക്കുകയല്ല, കേൾക്കുന്ന ഒരു കൃപ നിങ്ങളുടെ മേൽ പകരപ്പെടാൻ പോകുക. அந்த இடத்தில்
பேசுகிறதான அமேன் ஒரு காரியம் மட்டுமல்ல, அமேன் இன்றைக்கு கர்த்தர் நம்மோடு பேசுவதை கேட்கத்தக்கதான ஆவிக்குரிய மண்டலங்கள் திறக்கப்படுவதாக. ഇന്ന് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാരാ. ദൈവ ശബ്ദം കേൾക്കുന്ന ഒരു തലമുറയായി നിങ്ങൾ എഴുന്നേൽക്കാൻ പോകുകയാണ്. இன்றைக்கு எங்களுடைய சத்தம் கேட்கிற நீங்கள் பாக்கியவான்கள். தேவ சத்தத்தை கேட்கிற ஒரு தலைமுறையாக கர்த்தர் உங்களை எழும்ப வைக்கிறார். കർത്താവിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ജനറേഷനായി നിങ്ങൾ എഴുന്നേൽക്കാൻ പോകുകയാണ്. கர்த்தருடைய சத்தம் கேட்கிற ஒரு தலைமுறையாக நீங்கள் எழும்ப போகிறீர்கள். ഹല്ലേലൂയ. ഹല്ലേലൂയ. സാധാരണമായി സംസാരിച്ചു എന്ന് മാത്രമല്ല, ஆனால் அந்த இடத்தில் சாதாரணமாக பேசினது என்றல்ல. 11ാമത്തെ വാക്യം, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 11ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ஆதியாகமம் புத்தகம் 33வது அதிகாரம் அதனுடைய 11வது வசனத்தை ஒன்று கவனித்து பாருங்க. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് ആഭിമുഖമായി സംസാരിച്ചു എന്ന് പറയുന്നു. ஆமென். ஒருவன் தன் சிநேகிதனோட பேசுவது போல கர்த்தர் மோசையோட முகாமுகமாய் பேசினார் என்று வசனம் சொல்கிறது. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നു, അപ്പാ എന്നോട് ആഭിമുഖമായി മുഖാമുഖം അങ്ങ് സംസാരിക്കണമെന്ന്. ஓ, இன்னைக்கு எத்தனை பேர் வாஞ்சிக்கிறீங்க, கர்த்தர் என்னிடத்தில் முகாமுகமாக பேசுகிற அனுபவம் என்னோட வாழ்க்கையில் உண்டாகணும். സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുമെന്ന്. சங்கீதக்காரன் இவ்விதமாக சொல்கிறான், நான் உன்மேல் கண் வைத்து ஆலோசனை சொல்லுவேன். ഓ, എത്ര പേർ ആഗ്രഹിക്കുന്നു, അപ്പാ അങ്ങ് എന്റെ മേൽ അങ്ങയുടെ ദൃഷ്ടി വെച്ച് എന്റെ മുഖാമുഖം നോക്കി ഫേസ് ടു ഫേസ് അങ്ങ് എന്നോട് സംസാരിക്കണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു. ஆமே, இன்னைக்கு எத்தனை பேர் ஜெபிக்க வாஞ்சிக்கிறீங்க, அப்பா அம்மே நீர் என்னோட முகாமுகமாக ஃபேஸ் டு ஃபேஸ் பேசுகிற அனுபவம் என்னோட வாழ்க்கையில் உண்டாகட்டும். ഇത് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അങ്ങനെ ചില തലങ്ങൾ നിങ്ങളുടെ മേൽ തുറക്കപ്പെടാൻ പോകുകയാണ്. இது நாங்கள் உங்களிடத்தில் சொல்லும் போதே அப்படி சில மண்டலங்கள் உங்களுக்கு முன்பதாக திறக்கப்பட போகிறது. സമാഗമന കൂടാരത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ, ஆசரிப்பு கூடாரத்துக்குள் நீங்கள் பிரவேசிக்கும் போது, നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ, உங்களுடைய ஜெப அறைக்குள் நீங்கள் பிரவேசிக்கும் போது മഹത്വത്തിന്റെ മേഘം അവിടെ പ്രത്യക്ഷപ്പെടാൻ പോകുകയാണ്. மகிமையினுடைய மேகம் அந்த இடத்தில் வெளியரங்கமாக போகிறது. ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാണ്. பிதாவாகிய தேவன் உங்களோடு பேச போகிறார். ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ മുഖാമുഖം നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാണ്. ஒரு சிநேகிதனோடு பேசுவது போல முகாமுகமாய் உங்களோடு பேசுகிறார். ഓ, ചില രഹസ്യങ്ങൾ പിതാവ് നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാണ്. சில ரகசியங்கள் பிதா உங்களோடு கூட பேச போகிறார். ദൈവ ശബ്ദം കേൾക്കുന്ന ഒരു ജനറേഷനായി നിങ്ങൾ എഴുന്നേൽക്കാൻ പോകുകയാണ്. தேவ சத்தம் கேட்கிற ஒரு தலைமுறையாக நீங்கள் எழுப்பப்பட போகிறீர்கள். വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പിതാവ് നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാണ്. வரப்போகிற காரியங்களை குறித்து உங்களிடத்தில் பிதா பேசுகிறார். ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതായി മാറാൻ പോകുകയാണ്. இன்று முதல் உங்களுடைய ஜெபம் என்று சொல்வது ஜீவனுள்ள தேவனுடைய சத்தத்தை கேட்கிற அனுபவமாக மாறப்போகிறது. പ്രാർത്ഥന തളർന്നിറങ്ങിപ്പോകുന്ന അനുഭവമല്ല, ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദത്താൽ ജീവൻ പ്രാപിച്ച് ബലപ്പെട്ടു വരുന്ന ഒരു ആത്മതലമായി മാറാൻ പോകുകയാണ്. ஓ, ஜெபம் என்று சொல்வது சோர்ந்து இறங்கி போகிற அனுபவம் அல்ல, ஜீவனுள்ள கர்த்தனாலே திடனடைந்து எழும்புகிறதான ஒரு அனுபவமாக மாறுகிறது. എത്ര പേർ വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു തലം എന്റെ മേൽ തുറക്കപ്പെടാൻ പോകുകയാണെന്ന്? വിശ്വസിക്കുന്നവർ ആ മഹത്വത്തെ കാണാൻ പോകുകയാണ്. எத்தனை பேர் விசுவாசிக்கிறீங்க இப்படி ஒரு ஆவிக்குரிய மண்டலம் திறக்கப்படுகிறது? விசுவாசிக்கிறவர்கள் தேவ மகிமையை காண போகிறீர்கள். ഹല്ലേലൂയ. ஹல்லேலூயா. ഹല്ലേലൂയ. ஹல்லேலூயா. പിതാവിന്റെ ശബ്ദം കേൾക്കുന്ന തലമുറകൾ ഇന്ന് എഴുന്നേൽക്കുന്നു. பிதாவினுடைய சத்தத்தை கேட்கிற தலைமுறை இன்றைக்கு எழும்புகிறது. அன்பானவர்களே, எத்தனை பேர் மெய்யாகவே இன்னைக்கு வாஞ்சிக்கிறீங்க, கர்த்தர் உங்களோடு கூட முகாமுகமாக பேசுகிற அந்த நல்ல அனுபவம் என்னுடைய ஜெப வாழ்க்கையில வேண்டும் என்று சொல்லி. ഓ, ദൈവമക്കളെ, എത്ര പേർ ആഗ്രഹിക്കുന്നു ദൈവം എന്നോട് മുഖാമുഖമായി സംസാരിക്കുന്ന ആ നല്ല അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വേണമെന്ന്? என்னுடைய ஜெப அறைக்குள் ஒரு ஆசரிப்பு கூடாரத்திலுடைய அனுபவம், மகிமையினுடைய மேகத்தை காணுகிற அனுபவம் உண்டாக வேண்டும் என்று சொல்லி. പ്രാർത്ഥന ജീവിതത്തിനകത്ത് സമാഗമന കൂടാരത്തിന്റെ ഒരു അനുഭവം എനിക്കുണ്ടായിരിക്കണം. മഹത്വത്തിന്റെ മേഘത്തെ കാണുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിരിക്കണം. அப்படின்னு சொன்னால் இந்த நாளில் இந்த வார்த்தைக்கு நேராக நீங்க ஒப்பு கொடுத்தீங்கன்னு சொன்னா இப்படி ஒரு ஆவிக்குரிய அனுபவத்தை உங்கள் மேல் பகிர பிதா வாஞ்சியாய் இருக்கிறார். അങ്ങനെ ഒരു ആത്മീയ അനുഭവം നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ പിതാവ് അതിനെ പകരുവാൻ റെഡിയായി നിൽക്കുകയാണ്. ஆமே, இன்றைக்கு இப்பொழுது நாம் சேர்ந்து ஜெபிக்க போகிறோம். ஆனால் எத்தனை பேர் மெய்யாகவே அப்பா கருத்தில் கொடுத்து கொண்டு சொல்வீங்க, அப்பா என்னுடைய வீடு, அப்பா என்னுடைய தனிப்பட்ட வாழ்க்கை, ஆமென், மெய்யாகவே உம்முடைய மகிமை காண்கிற அனுபவமாக மாற வேண்டும் என்று சொல்லி. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആരൊക്കെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കും? പിതാവേ, എൻ്റെ ഭവനവും എൻ്റെ പേഴ്സണൽ ജീവിതവും മഹത്വത്തെ കാണുന്ന ഒരു ജീവിതമായി മാറണമെന്ന്. ஆமென். இப்பொழுது நாம் சேர்ந்து ஜெபிக்க போகிறோம். ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പിതാവേ, ഞങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീസസ്, കർത്താവേ, അങ്ങ് വഴി നടത്തിയാൽ
ഒരു അതിശയകരമായ ജീവിതമാണല്ലോ അത് ഭയങ്കരമായ മഹത്വകരമായ അത്ഭുതകരമായ ജീവിതമാണല്ലോ. പിതാവിന് വഴി നടത്തുന്നതിനായി സ്തോത്രം. ഒരു സമാഗമന കൂടാരത്തിന്റെ അനുഭവം ഇവരുടെ ലൈഫിലും ഉണ്ടാകട്ടെ. മഹത്വത്തെ കാണുന്ന അനുഭവം ഉണ്ടാകട്ടെ. യഹോവ മുഖാമുഖം സംസാരിക്കുന്ന, പിതാവ് മുഖാമുഖം സംസാരിക്കുന്ന ഒരു അനുഭവം ഇവരുടെ ജീവിതത്തിനകത്തുണ്ടാകട്ടെ. ഇത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇവരുടെ പ്രാർത്ഥനാ ജീവിതം കർത്താവേ, ആ സ്പിരിച്വൽ റിലങ്ങൾ തുറക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മീക തലങ്ങൾ തുറന്നു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പ താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ് കർത്താവെ. ഇപ്പോഴും ഞങ്ങൾ ജപിക്കുമ്പോഴേ കർത്താവെ, ഇവരുടെ ജപ വാഴ്ചകൾ ഇന്ന നാളിൽ മാറട്ടും. ആ സിരിപ്പ് കൂടാരത്തിൽ മൂടിന്റെ അതേ മഹിമൈ ഇവരുടെ തനിപ്പെട്ട வாழ்க்கையில் மூடட்டும். இருளுகள் விலகட்டும் கர்த்தாவே. எங்களை கேட்கிற சாம் என்றதான நபருடைய வாழ்க்கையில் இருக்கிற எல்லா கசப்பினுடைய வெறுப்பினுடைய அனுபவங்கள் விலகட்டும் கர்த்தாவே. சரியான பேரண்டிங் கிடைக்காமல் தவித்து கொண்டு கர்த்தாவே, பலவித பாவ பழக்கத்துக்கு சிக்கி இருக்கிற மகனுடைய வாழ்க்கை இன்றைக்கு ஒரு விடுதலைக்குள் வரும்படியாக நாங்கள் ஜெபிக்கிறோம். சில நபர்கள் ஜெபத்தில் ஏற முடியாமல் இருக்கிறீங்க. ஆனால் இன்றைக்கு கர்த்தர் ஆவியானவர் சில கட்டுகளை உடைத்து உங்களை அசாதாரணமாக ஜெபத்தில் எழும்ப வைக்கிறதை நாங்கள் பார்க்கிறோம் கர்த்தாவே. அதை சொல்லி நாங்கள் ഇവരെ ആശീർവദിക്കണം അപ്പാ. ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ഇപ്പോൾ രോഗികളായിട്ടുള്ളവരെ യേശു തൊടുകയാ. നോയാളികൾ ഗുണമാകുക, രോഗികൾ സൗഖ്യമാകുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം ഇവരമേൽ ഇപ്പോൾ പകരപ്പെടുന്നതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഹെഡേക്കുകൾ, മൈഗ്രെയിനുകൾ ഹീലാകുന്നു. കർത്താവേ, വെയിൻ, ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ സൗഖ്യമാകുന്നതിനായി നന്ദി. കാലിന്റെ വേദനകൾ, മുട്ടിനോട് ചേർന്ന് മുട്ടിന്റെ ബാക്ക് സൈഡിലേക്കുള്ള വേദനകൾ ഇപ്പോൾ അത് സൗഖ്യമാകുക. കർത്താവേ, ചെസ്റ്റ് പെയിനുകൾ ഹീലാകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ കരം തൊടുന്നതിനായി നന്ദി. അത്ഭുത കരം തൊടട്ടെ. കിരൺ എന്ന വ്യക്തിയെ കർത്താവ് തൊടുന്നു. ലൈഫിൽ കർത്താവെ ഭയങ്കരമായ മാറ്റത്തെ അങ്ങ് കൊടുക്കുന്നതിനായി നന്ദി. കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി നന്ദി. വിടുതലുകൾ സംഭവിക്കട്ടെ കർത്താവെ. വിസ സംബന്ധമായ ചില വിഷയങ്ങൾ അങ്ങ് സോൾവ് ചെയ്യുന്നതിനായി നന്ദി. അങ്ങയുടെ കരം പ്രവർത്തിക്കുന്നതിനായി നന്ദി. ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കട്ടെ. ഇവർ ദൈവശബ്ദത്തെ നേരിട്ട് കേൾക്കട്ടെ. പിതാവിൽ നിന്ന് പ്രാപിക്കട്ടെ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നവരെ ബ്ലസ് ചെയ്യുന്നപ്പ. മഹത്വമെല്ലാം അങ്ങേക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഏരാളமாக ஆசீர்வதிப்பாராக. God bless you. நம்முடைய ஞாயிற்றுக்கிழமை ஆராதனை காலை 10 மணி அளவில் கில்கால் ஹால், போஸ்ட் ஆபீஸ் எதிரி, மூனார். நம்முடைய ஜூம் மீட்டிங் எல்லா ஞாயிற்றுக்கிழமைகளிலும் காலை 7:30 மணி அளவிலும் எல்லா வெள்ளிக்கிழமைகளிலும் மாலை 6:30 மணி அளவிலும் நடைபெறும். கர்த்தர் செய்த அற்புத சாட்சிகளும் ஆசீர்வதிக்கப்பட்ட வார்த்தைகளும் உங்களுக்கு கிடைக்க கிரைஸ்ட் ஜெனரேஷன் மினிஸ்ட்ரீஸ் என்ற எங்களுடைய யூடியூப் சேனல் சப்ஸ்கிரைப் செய்யவும். வாட்ஸ்அப் மூலியமாக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447775093. ஜெப உதவிக்காக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447775093. பிரதர் டோனி பிரான்சிஸ், சிஸ்டர் ஜினு டோனி இவர்களுடைய அப்கமிங் மீட்டிங்ஸ் இவைகளை குறித்து அறியவும் மீட்டிங்ஸ் நடத்துவதற்கும் 9447442660 என்ற எண்ணிற்கோ அல்லது 9447775093 என்ற எண்ணிற்கோ அழைக்கவும்.